ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ചിന്തുചേട്ടൻ നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിന്തുചേട്ടൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നടക്കാൻ 6 മണിയൊക്കെ ആയപ്പോൾ പോയി, തിരിച്ചൊരു 8:30 ആയപ്പോൾ വന്നപ്പോൾ ഒരു വ്യൂ ആണ് ഇത്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ മണി ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ചിന്തുചേട്ടൻ വന്നിട്ടാണ് പൊതുവെ നമ്മളെ വിളിച്ചുണർത്താറ് കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് രാവിലെ ഞാൻ നന്നായിട്ട് ഉറങ്ങും. എണീക്കാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ. ഒരു 8:30 ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ 2 മണിയൊക്കെ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദേവൂട്ടൻ എണീക്കുന്നത് കാരണം എൻ്റെ രാത്രിത്തെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് രാവിലെയാണ് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് ചിന്തുചേട്ടൻ എന്നെ രാവിലെ വിളിക്കാറുമില്ല, ഞാൻ എണീക്കാറുമില്ല. അപ്പോൾ ചിന്തുചേട്ടൻ നടന്നിട്ട് വന്നിട്ട് സാധാരണയായിട്ട് എനിക്കൊരു കോഫി ഇട്ട് തന്നിട്ടായിരിക്കും എന്നെ വിളിച്ചുണർത്തുന്നത്. പക്ഷേ അന്ന് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നമ്മൾ എണീറ്റ ശേഷമാണ് ഒന്നിച്ചാണ് കോഫിയൊക്കെ ഇട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ദേവൂട്ടനും എണീക്കും കേട്ടോ. ചിലപ്പോൾ മാത്രമേ അവൻ കിടന്ന് അങ്ങനെ ഉറങ്ങാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എണീറ്റാലും എൻ്റെ കൂടെ അങ്ങ് എണീക്കും. ദേവൂട്ടൻ വലുതായി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു ടൈം മാക്സിമം ഒന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. മാത്രമല്ല ചിന്തുചേട്ടന് ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഉച്ചയ്ക്ക് വരും കഴിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ദേവൂട്ടനെ എണീപ്പിച്ച ഉടനെ തന്നെ നമ്മൾ അമ്പൂറ്റി സമയത്ത് ഒഴിക്കും കേട്ടോ. അതൊരു ഡെയിലി റൊട്ടീനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി, മുറ്റത്തോട്ടല്ല നമ്മൾ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിൽ അവിടെ പോയിട്ട് അവിടെ ഫുള്ളി ഇതുപോലെ കമ്പി വെച്ച് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി മഴയൊക്കെ നോക്കി പിന്നെ വന്ന് അടുക്കളയിലെ ജനലൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ. ബാക്കിൽ നല്ലൊരു പറമ്പാണ്, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിറച്ചും പനയും മരങ്ങളും തെങ്ങും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വ്യൂ ആണ് ബാക്ക് സൈഡിൽ. അപ്പോൾ അടുക്കളയിൽ കയറിയ പാടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം രാവിലെ ഒരു കൂട്ടുകറി വയ്ക്കുന്നുണ്ട്, പിന്നെ ചിന്തുചേട്ടന് ചപ്പാത്തിയും എനിക്കും ദേവൂട്ടനും ദോശയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ദേവൂട്ട ഇതുപോലെ അടുക്കളയിൽ നമ്മളെ കൂടെ കയറി വന്നിട്ട് ആരെങ്കിലും ഒരാൾ അവനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ചിന്തുചേട്ടൻ കോഫി ഇടുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലൊക്കെ, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാനൊക്കെ മടിച്ചിട്ട്. പിന്നെ രാവിലെ നമ്മൾ കൊച്ചിലെ തൊട്ടേ ഈ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച ഒരു ശീലം ഉള്ളത് കൊണ്ടാവാം. അപ്പോൾ ഇടയ്ക്ക് ഈ ചായ ഒന്ന് സ്കിപ്പ് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ ഒന്നും കഴിക്കാതെയൊക്കെ അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്ത സമയത്ത് ചെറിയൊരു തലകറക്കം പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം ചിന്തുചേട്ടൻ ആ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെയും വൈകിട്ടും ചിന്തുചേട്ടൻ്റെ വകയാണ് ചായ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. കാരണം എനിക്ക് എന്നെ സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറേ ഇല്ല. ആരെങ്കിലും ഇട്ട് തന്നാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ചിന്തുചേട്ടൻ സ്വമേധയായിട്ട് മുന്നോട്ട് വന്നു, ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കോഫിയുടെയും വൈകിട്ടത്തെ ചായയുടെയും കിട്ടണ ടൈം ആകുമ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കും. അപ്പോൾ കോഫി ഇട്ടു, ചിന്തുചേട്ടനുള്ള ഗ്രീൻ ടീം സെറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള അരി കഴുകിയിടാണ് കേട്ടോ ചിന്തുചേട്ടൻ. അപ്പം ഇത് രണ്ടും ചിന്തുചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ രാവിലെ. ഇത് രണ്ടും മാത്രമല്ല, തേങ്ങ തിരികലും ചിന്തുചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇന്ന് ടൈം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് മാത്രം തേങ്ങ തിരികലും ഞാൻ ഏറ്റെടുത്തു കേട്ടോ. അല്ലെങ്കിൽ ചിന്തുചേട്ടൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് ഡ്യൂട്ടീസാണ്: ഒന്ന് എനിക്ക് ചായ ഇട്ട് തരിക, 2 പറയുന്നത് അരി കഴുകുക, 3 തേങ്ങ തിരുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കേട്ടോ തേങ്ങ തിരുവിയത്. അപ്പോൾ ഞാൻ കൂട്ടുകറിക്കുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളിയെല്ലാം കട്ട് ചെയ്തത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടീ ടൈം. സാധാരണ രാവിലെ എണീറ്റ് വന്ന ഉടനെ ആദ്യം ടീ കുടിച്ചിട്ടേ നമ്മൾ അടുക്കളയിൽ കയറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈപോഡ് എടുത്ത് വെച്ചതാണ്, പക്ഷേ അതെനിക്ക് തരുന്നതേ ഇല്ല. ട്രൈപോഡും കൈ പിടിച്ച് ഒരാൾ ടി വിയും കണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കണം. പിന്നെ അവിടുത്തെ ഓരോരോ ടിന്നൊക്കെ എടുത്ത് മറിച്ചിടലും ബഹളങ്ങളൊക്കെ ആവണതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം ടി വി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതും കണ്ടുകൊണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങ് നിന്നോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വന്ന് മുഖം കാണിക്കും കേട്ടോ അടുക്കളയിൽ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച ശേഷം അടുക്കളയിൽ വന്നിട്ട് ഞാൻ ബാക്കി കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുളകുപൊടി മല്ലിപ്പൊടിയും വറുത്താണ് ഇടുന്നത്, ചിലവർ അങ്ങനെ പച്ചയ്ക്ക് തന്നെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ കൂട്ടുകറിക്കാണെങ്കിലും കടലക്കറിക്കാണെങ്കിലും സാമ്പാറിനാണെങ്കിലും മീനിനാണെങ്കിലും എല്ലാത്തിനും ഞാൻ മുളകുപൊടി മല്ലിപ്പൊടിയും വറുത്ത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഞാൻ സൈഡിൽ കൂടെ തേങ്ങയും തരുന്നുണ്ട്, ചപ്പാത്തിയും ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്തുചേട്ടന് മാത്രമാണ് ചപ്പാത്തി, എനിക്കും ദേവൂട്ടനും ദോശയാണ്. ഞാൻ പറഞ്ഞില്ലേ ടി വി കണ്ട് മടുത്തപ്പോഴത്തേക്കും വീണ്ടും കയറി വന്നിട്ടുണ്ട്. പിന്നെ അവനെയും വെച്ചുകൊണ്ടാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടതും ദോശ ചുട്ടതും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ദോശ മറിക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അങ്ങനെ നിന്നോളും മിണ്ടാതെ. അപ്പോൾ ഈ ടൈമിൽ ചിന്തുചേട്ടൻ പോയി കുളിച്ച് റെഡിയാവാൻ പോയിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ തിരൂരിൽ വന്നിട്ട് ഇപ്പം ജൂൺ 1 തീയതി ആയപ്പോൾ 1 വർഷം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പം വന്ന സമയത്ത് നിന്ന് എന്തുമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട്.
കാരണം എന്താ വെച്ചാൽ തുടക്കത്തിലൊക്കെ ഇതുപോലെ എണീക്കാനൊക്കെ ലേറ്റായി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ടൈമേ കിട്ടില്ല, അല്ലെങ്കിൽ എന്തുണ്ടാക്കണം ഏത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. കാരണം ദേവൂട്ടന് വളരെ കുഞ്ഞായിരുന്നല്ലോ, അവൻ 6 മാസം ഉള്ളപ്പോഴാണല്ലോ നമ്മളിങ്ങ് വന്നത്. അപ്പം അവനെയും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ വല്ല മാഗിയോ ഇപ്പിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കും. ചിതുചേട്ടൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു പതിവ്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പം ഞാൻ സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ 9:30 എണീറ്റാൽ പോലും അരമണിക്കൂർ കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. 9:00 ആവാറില്ല കേട്ടോ, മാക്സിമം 8:30 അതിനകത്ത് തന്നെ എണീക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കറിയും കാപ്പിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ദോശ ചൂടാൻ നേരമായപ്പോഴത്തേക്ക് ചിന്തുചേട്ടൻ റെഡി ആയിട്ടെത്തി. അങ്ങനെ ചിന്തുചേട്ടൻ ദോശ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴും ദേവൂട്ടൻ ടി.വിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ മാക്സിമം സ്ക്രീൻ ടൈം ഒഴിവാക്കാന്നൊക്കെ നോക്കിയാലും ഇതുപോലത്തെ ചില സാഹചര്യങ്ങൾ നടക്കില്ല കേട്ടോ. അപ്പം അവൻ ഉറങ്ങുന്ന സമയത്ത് രാവിലെ എണീച്ച് പണിയൊക്കെ തീർത്തൂടെയെന്ന് വെച്ചാൽ ഞാൻ എത്ര രാവിലെ എണീച്ചാലും അവൻ എൻ്റെ കൂടെ എണീക്കും. അതുകൊണ്ട് അത് പോസിബിളല്ല. പിന്നെ മാത്രമല്ല, രാത്രി ഉറങ്ങാതെ രാവിലെയും കൂടെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടപ്പിലായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീക്ക് ലേറ്റാകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അവന് ടി വി എൻ്റെ ബോർഡർ അടിച്ചപ്പോൾ ഇതാ തിരിച്ച് വീണ്ടും എത്തി. അങ്ങനെ എല്ലാ കാർട്ടൂണോ കാര്യങ്ങളോ ഒന്നും കണ്ടുകൊണ്ടിരിക്കില്ല കേട്ടോ. അവന് ഇഷ്ടമുള്ളത് മാത്രമാണെങ്കിൽ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഓടി അടുക്കളയിൽ വന്ന് പ്രസൻറ്റ് വയ്ക്കും. അപ്പോൾ നമ്മളിതാ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഹെവി ജോബാണ് ദേവൂട്ടനെ പല്ല് തേപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് അവൻ്റെ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ചില ദിവസം മിണ്ടാതിരുന്ന് തരും, ചില ദിവസം ഇതുപോലെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് എങ്ങനെയോ ഞാൻ പല്ല് തേപ്പിച്ച് വെളിയിലൊക്കെ കൊണ്ടുവച്ച് അവൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞ ശേഷം ചിന്തിച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാറ്. പക്ഷേ രാവിലത്തെ ഫുഡ് കഴിപ്പ് മാത്രം അത് നടക്കാറില്ല കേട്ടോ. കാരണം ഞാൻ ഉറങ്ങി എണീക്കാനുള്ള ഡിലേ തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പം നമ്മൾ രാവിലെ ചിന്തിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ചിന്തിച്ചേട്ടൻ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തത്. അപ്പം എൻ്റെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ദേവൂട്ടന് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാണ്. അതിന് വേണ്ടിയിട്ടുള്ള പിണക്കമാണ് ഇതാ കിടക്കുന്നത്. അവന് ഫുഡ് കാണുന്നതേ അലർജിയാണ്. ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിച്ചതിൻ്റെ പിണക്കമാണ് ഇതാ കിടക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും പിള്ളേർ ഇങ്ങനെ തന്നെയാണോ? ഫുഡൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കുക ഇതുപോലെ വാശിയാണോ? അപ്പോൾ ദേവൂട്ടന് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഡെയിലി 3 നേരവും 1.5 മണിക്കൂർ വെച്ചെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇവനെ വല്ലതും കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വാശിയാണ് കേട്ടോ, ഫുഡ് കഴിക്കുകയില്ല. എനിക്കിവന് ഒരു ദിവസം ഫുഡ് കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ അത്രയ്ക്ക് വാശിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിന്തുചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതാ റെഡി ആയിട്ട് പോകാൻ പോകണം കേട്ടോ. ഒരു 9:50 ആകുമ്പോൾ ചിന്തുചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഒരു 9:55. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റത്തെ ദൂരേ ഉള്ളൂ കേട്ടോ ചിന്തുചേട്ടൻ്റെ ഓഫീസിൽ. നമ്മൾ ഫസ്റ്റ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെയായിരുന്നു ഓഫീസ്. അതാണെങ്കിൽ 10 മണിക്ക് പോയാൽ പോലും മതിയായിരുന്നു. പക്ഷേ ഇത് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റത്തെ ട്രാവലുണ്ട്. അതുകൊണ്ട് ചിന്തുചേട്ടൻ ഒരു 9:55 ആകുമ്പോൾ ഇറങ്ങും. ചിന്തുചേട്ടൻ പോയി കഴിയുമ്പം ഇവിടെ സ്ഥിരമുള്ളൊരു കലാപരിപാടിയാണ് ഈ കരച്ചിലും വിളിയും. അച്ഛൻ പോണത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോന് ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു വിധം എടുത്ത് സമാധാനിപ്പിച്ചു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചിന്തിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേവൂട്ടന് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. അവന് ഫുഡ് കൊടുക്കുവാണേ. അപ്പോൾ ഇനി ഒരു 1.5 മണിക്കൂർ ഇതിൻ്റെ പിറകിൽ തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു സമയമാവും കേട്ടോ. രാവിലത്തെ ആ ഒരു ചായയിലാണ് ഞാൻ നിൽക്കുന്നത് അതുവരെ. അപ്പോൾ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വീടൊരു പരുവത്തിലാവും. കാരണം ഈ ഒരു ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളവും അതും ഇതും എല്ലാം കോരി അവിടെ വീഴ്ത്തി ഇവിടെ വീഴ്ത്തി ഫുള്ള് വെള്ളത്തിൽ കളിയും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ബഹളം തന്നെയാണ് കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂറത്തെ പ്രയത്നത്തിലൊടുവിൽ കുറച്ച് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പം എനിക്കിത്തിരി സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുമോ? അതുമില്ല. ഫുള്ള് അവൻ എൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാശി പിണങ്ങി കഴിഞ്ഞാൽ ദേവൂട്ടൻ്റെ സ്ഥിരം പരിപാടി തല കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതുപോലെ പിണങ്ങിയിട്ട് തല കൊണ്ട് സെറ്റിയിൽ ഇടിച്ചിട്ട് വന്നിരുന്ന് കരയുന്നതാണ് ഈ സീൻ. അപ്പോൾ അവൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ ജനലൊക്കെ തുറന്നിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കളിക്കാൻ അവനൊരു വിനോദമാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ച പാതി കഴിക്കാത്ത പാതി ഓടിപ്പോയി കൈ കഴുകിയിട്ട് വന്നു. അവനടുത്ത് ഉറങ്ങാനുള്ള ടൈമായി കേട്ടോ. അങ്ങനെ നമ്മളത് അവനെ ഉറക്കി. ഇവനെ ഞാൻ ഒരു 11:30-12 മണിക്കകത്ത് ഉറക്കും.
ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് അടുത്ത ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവനെ ഉറക്കിയ ശേഷം നേരെ വന്ന് വാഷിംഗ് മെഷീനിൽ ഞാൻ നനയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണ് കേട്ടോ. ഇത് ഫുള്ള് ദേവൂട്ടൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ജൂണിൽ എൻ്റെ എൻറോൾമെൻറ്റ് ടൈമിൽ അമ്മ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഉള്ളത് എനിക്ക് എന്തുമാത്രം ഉപകാരമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും ചിന്തുചേട്ടനാണെങ്കിലും ഇത്രയും പണീൻ്റെ ഇടയിൽ തുണി നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിന്തുചേട്ടനാണെങ്കിലും ഓഫീസിൽ നിന്ന് വന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുണി നനയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാറി മാറി തുണിയൊക്കെ നനയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ വരുന്നത് വരെയും നമ്മളല്ലാതെ തന്നെയാണ് നനച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പണികളുടെ ഇടയിൽ പിന്നെ ആ പണിയും കൂടെ എക്സ്ട്രാ ആയിരുന്നു. അത് കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഇട്ട ഡ്രസ്സ് അതിനിപ്പോൾ ഒരു 5 മിനിറ്റത്തേക്കാണെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ ഇട്ട ഡ്രസ്സ് നനയ്ക്കാതെ പിന്നെ ഞാൻ വീണ്ടും എടുത്തിടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കടയിൽ പോകാൻ വേണ്ടി എടുത്തിട്ട് ഡ്രസ്സും നനയ്ക്കാൻ കയറും. അപ്പം ഒരുപാട് നനയ്ക്കാൻ വേണ്ടിയിട്ട് കൂടും കേട്ടോ. പിന്നെ അന്നെന്നുള്ളത് അന്നു നനയ്ക്കുന്ന ശീലം തീരെയില്ല. ഒന്നിച്ച് കൂട്ടിയിട്ട് നനയ്ക്കുന്നതാണ് എനിക്ക് സൗകര്യം. അങ്ങനെയും കൂടെയൊക്കെ വരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആവും കേട്ടോ. അപ്പം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ രാത്രി ആയിരിക്കും നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ രാത്രി 9 മണിക്കും 10 മണിക്കും നനച്ച ചരിത്രമുണ്ട്. വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് പിന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് വേണ്ടെന്ന്. പക്ഷേ അമ്മ വന്നപ്പോഴത്തേക്കും അമ്മ നിർബന്ധിച്ച് നമുക്ക് വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പക്ഷേ അമ്മ നിർബന്ധിച്ചില്ല, വാങ്ങിച്ചു തന്നേ പറ്റൂ, നമ്മയ്ക്കൊരു നിർബന്ധം. അങ്ങനെ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. പക്ഷേ അങ്ങനെ വാങ്ങിച്ചു തന്നുകൊണ്ട് ഇപ്പം എൻ്റെ നടുവെള്ളമാവുന്നത് കുറവുണ്ട്. ഭയങ്കര ആശ്വാസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ചൊന്ന് ഉണങ്ങിയും കൂടെ കിട്ടുമല്ലോ. പിന്നെ ജസ്റ്റ് ബാക്കിയൊന്ന് ഉണക്കിയെടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അത്രയും ഒരു ആശ്വാസം. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് അമ്മ. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കള പണിയിലാണ് കേട്ടോ. ദേവൂട്ടനെ ഉറക്കി കഴിഞ്ഞാലും അടുക്കള പണി ഞാൻ വളരെ ടെൻഷനോട് കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ ഓരോ തവണ മിക്സിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് അവൻ എണീക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പം ഞാൻ പോയിട്ട് അവൻ കിടക്കുന്ന റൂമിലെ ഡോർ അടയ്ക്കും. പിന്നെ അടുക്കളയിലെ ഡോറും അടച്ച ശേഷമായിരിക്കും മിക്സി ഓണാക്കുന്നത്. അത് കഴിഞ്ഞ് മിക്സിയിൽ ഉള്ള സംഭവം എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പോയി ഈ ഡോറെല്ലാം ഓപ്പൺ ചെയ്തിടും. നെക്സ്റ്റ് കറിക്ക് വീണ്ടും മിക്സിയിൽ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും പോയി ഈ ഡോറ് ക്ലോസ് ചെയ്യുക, വീണ്ടും പോയി ഡോർ ഓപ്പൺ ചെയ്യുക. അങ്ങനെ 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ മാത്രമേ എനിക്കൊരു കറി ഉച്ചയ്ക്കത്തേക്കുള്ള കറികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ടെൻഷനുള്ള പരിപാടിയാണ്. പക്ഷേ ത്രൂ ഔട്ട് ഡോർ അടച്ചിരിക്കാനുള്ളൊരു സമാധാനക്കേട് ഉണ്ട്. ഞാനെപ്പോഴും ഡോർ ഓപ്പണാക്കി തന്നെ ഇടുകയുള്ളൂ. അതുപോലെ മിക്സിയുടെ ആവശ്യം വരുമ്പോൾ മാത്രമേ പോയി ഡോർ ക്ലോസ് ആക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്നത് ചൂരക്കറിയാണ് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ചൂരയെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ആ പണിയില്ലായിരുന്നു. ഞാനെല്ലാം രാത്രി കുളിക്കുന്ന മുമ്പ് തന്നെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് പിന്നെ മീൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ ആ പരിപാടിക്ക് നിൽക്കില്ല. തലേ ദിവസം തന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് മീൻ കട്ട് ചെയ്തൊക്കെ വെക്കും കേട്ടോ. അതുകൊണ്ട് ആ പണി എളുപ്പമായി. അപ്പോൾ ഞാൻ മീനിൻ്റെ എല്ലാം മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം വറുത്ത് സെറ്റ് ചെയ്ത് അരപ്പെല്ലാം അരച്ച് വെച്ച ശേഷം അടുത്തത് പുളിശ്ശേരിയും ബീട്രൂട്ട് തോരനും കൂടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ വയ്ക്കുന്ന ചൂരക്കറി എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലിൽ കയറി നോക്കിയത് ഞാൻ ഓൾറെഡി ഒരു ചൂരക്കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ അത് കാണണം കേട്ടോ. അപ്പം ആ രീതിയിലല്ല വെക്കുന്നതെങ്കിൽ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിന്തിച്ചേൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അതാ പുളിശ്ശേരിയും നമ്മളിതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം തോരൻ വയ്ക്കാനാണെങ്കിലും എനിക്കിപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് തോരൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ ചോപ്പർ വന്നതിൽ പിന്നെ അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാം കൂടെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ അടുക്കള പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഈ ഒരു മാറ്റം കേവലം 1 വർഷം കൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. അതിന് മുമ്പ് വരെ ഞാൻ അടുക്കളയിൽ കയറി ഒരു ചമ്മന്തി പോലും എനിക്ക് അരയ്ക്കാൻ അറിയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ഇവിടെ വന്ന ശേഷമാണ് ഞാൻ എല്ലാം വയ്ക്കാൻ പഠിച്ചത്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വയ്ക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ വയ്ക്കാൻ അറിയാവുന്നത് മാത്രമല്ല വളരെ സ്പീഡിൽ ചെയ്യാനും അറിയാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതിനെല്ലാ താങ്ക്സും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ്. അവരാണ് എനിക്കെല്ലാം പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ച് കേൾക്കും. അമ്മ അച്ഛ അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും നല്ലൊരു സൂപ്പർ കുക്കാണ് കേട്ടോ. അടിപൊളിയായിട്ട് കറികളൊക്കെ വയ്ക്കും. അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും അവ ഉണരും. നമ്മൾ വീണ്ടും പോയി ഉറക്കും. കാരണം അവ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഉണരുമ്പോൾ അത്രയും ഞാൻ വീണ്ടും പോയി ഉറക്കും. ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ദേവൂട്ടന് അവൻ്റെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ചിന്തു ചേട്ടനും ഉറക്കത്തിനിടയിൽ ഒരുപാട് തവണ ഉണരും. അതേ സ്വഭാവമാണ് ദേവൂട്ടനും. അവൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ത്രൂ ഔട്ട് ഒരു 2 മണിക്കൂറൊന്നും ഉറങ്ങൂല കേട്ടോ. ആ ഉറക്കത്തിനിടയിൽ തന്നെ ഒരു ചെറിയ സൗണ്ടായിട്ട് അപ്പം തന്നെ ചാടി എണീക്കും.
അപ്പം ഞാൻ അടുക്കളയിൽ സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെയാണ് ഓരോ പണികളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ഇടയ്ക്ക് ഉണർന്നു. പക്ഷേ ഭാഗ്യത്തിന് തനിയെ അങ്ങ് ഉറങ്ങി കേട്ടോ. പാത്രം കഴിയുന്ന സൗണ്ട് കേട്ടോ എന്തോ ഉണർന്നതാണ്, അതിന് തനിയെ അങ്ങ് ഉറങ്ങി. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രം കൂടെ കഴുകി വെച്ചു കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഇതുപോലെ അടുക്കള പണി കഴിഞ്ഞ ഉടനെ പാത്രം കഴുകൽ നടക്കാറില്ല. ചില ദിവസം ഞാൻ ജസ്റ്റ് കറികളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്തേക്ക് അപ്പോൾ ഉണരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാത്രം കഴുകൽ നടക്കാറില്ല കേട്ടോ. അവ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് അങ്ങ് ഇട്ടേക്കും കേട്ടോ. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഇട്ടേക്കും. പിന്നെ വൈകിട്ട് ചിന്തുചേട്ടൻ വന്ന ശേഷം ചിന്തുചേട്ടൻ ചായ ഇടാൻ കയറുമ്പം ഞാൻ പാത്രം കഴുകും. അതായിരിക്കും പതിവ്. അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് അപ്പോൾ ഉറങ്ങി തന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള നീറ്റാക്കിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളിലും സെറ്റ്. അങ്ങനെ അടുക്കളപ്പണി കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ദേവൂട്ടൻ ഉണർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നനച്ച തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ മടക്കി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ താരം ഉണർന്നിരിക്കുന്നു. പിന്നെ ഉണർന്ന ശേഷം കുറച്ച് വാശിയൊക്കെ ഉണ്ട്. ആ വാശിയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് നേരം വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് ഓക്കെ ആക്കിയ ശേഷം വീണ്ടും കൊണ്ട് അവിടെ നിർത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പണി കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പം ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. ഈ മടക്കി വയ്ക്കുന്നതിന് അവൻ വീണ്ടും എടുത്ത് തറയിലൊക്കെ വലിച്ചിടാറാണ് പതിവ്. അതുകൊണ്ട് ഇവൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ ഒരു സമാധാനത്തിൽ കളിപ്പിച്ചൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് തന്നെ. പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാനായിട്ട് ഒന്നുമില്ല. വെറുതെ വീട്ടു ജോലികളും കാര്യങ്ങളും കുട്ടിയെ നോക്കലും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു ഒരു പുറത്തു പോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് മാത്രമാണിത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞതെന്നൊക്കെ നമുക്കും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി എന്തൊരു പാടാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഒരുത്തനാണെങ്കിൽ എനിക്ക് ആ ട്രൈപോഡ് പോലും തരുന്നില്ല. രാവിലെ തൊട്ടേ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എനിക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാനേ പറ്റില്ല. പിന്നെ ഞാൻ ഓരോരോ കുപ്പിയുടെയും പെട്ടിയുടെയൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഇത്രയും വ്ളോഗൊക്കെ എടുക്കുന്നത്. അങ്ങനെ ചിന്തുചേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മുമ്പ് ഞാൻ അവന് ഒരു 1:30 ആകുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചിന്തുചേട്ടൻ വരുമ്പോഴത്തേക്കും ആ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമാവും. ആ രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അവ ഈ ഫുഡ് തീരെ കഴിക്കാത്തൊരു സമയമായി. തീരെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൊടില്ലായിരുന്നു, ഫുഡ് ഒട്ടും കഴിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ടൈമൊന്ന് മാറ്റി നോക്കി. ഒരു 2:30-3 മണിയൊക്കെ ആയി തുടങ്ങി അവനെ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ വിശക്കാൻ തുടങ്ങി. കുറച്ചെങ്കിലും ഒന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവന് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 1 വീക്ക് എന്തോ ആകുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് വരെ ഞാനൊരു 1:30 എനിക്ക് അവന് ഫുഡ് കൊടുക്കാതെ എനിക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ. എത്ര ലേറ്റായാലും അവന് ഫുഡ് കൊടുത്തിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ. പക്ഷേ ഇപ്പം വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അവൻ കഴിക്കുന്നില്ല. 1:30 ആകുമ്പോൾ 1 മണിക്കോ 1:30 ഒക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവൻ കഴിക്കാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ടൈമൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അവന് ഫുഡ് എടുക്കുന്നത്. അതാകുമ്പം കുറച്ചെങ്കിലും ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തുചേട്ടൻ്റെ 2 മണി to 2:45 വരെയാണ് കേട്ടോ ലഞ്ച് ബ്രേക്ക്. അങ്ങനെ ചിന്തുചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവനും കൂടെ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരമൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ചിന്തുചേട്ടൻ പോകുള്ളൂ. പിന്നെ ബാക്കി ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട തുണിയെല്ലാം നനച്ച് കിട്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ അകത്തെ റൂമിൽ തന്നെയാണ് കേട്ടോ ആശ കെട്ടി വിരിക്കുന്നത്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് അകത്തെ റൂമിലും പിന്നെ സ്റ്റെയറിലേക്ക് കയറുന്ന വഴിയിലൊക്കെയാണ് നമ്മൾ ആശ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തെ റൂമിൽ വിരിക്കാൻ പറ്റുന്നതൊക്കെ അവിടെ വിരിച്ചു. ഇപ്പോൾ ബാക്കിയുള്ളത് വിരിക്കാൻ വേണ്ടി ഇതാ സ്റ്റെയറിലേക്ക് കയറാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്റ്റെയറിൻ്റെ ആ ഒരു മുകളിലേക്ക് പോകുന്നതിൻ്റെ അവിടെ തന്നെ നമ്മൾ ആശ കെട്ടി തുണിയൊക്കെ വിരിക്കുന്നത്. അപ്പോൾ ദേവുടനാണെങ്കിൽ പുറത്ത് ചാടാൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഗ്രില്ലുള്ളത് കൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മളിങ്ങനെ കൊണ്ട് നടക്കേണ്ടി വന്നേനെ. അപ്പം ഞാൻ സ്റ്റെയറിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് വന്നത് കൊണ്ടാണ് ഈ ഒരു കരച്ചിലും ബഹളവും. കരഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി തലയിടിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ നിന്ന് അവനൊന്ന് ആശ്വസിപ്പിച്ചെടുത്തിട്ട് നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പം ഞാൻ മുമ്പ് അവനെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പതുക്കെ ആ ഒരു ശീലം മാറ്റി വരുന്നുണ്ട്. കാരണം ചില ദിവസങ്ങളിലൊക്കെ ചൂടാക്കാൻ നമ്മൾ ചിലപ്പം തിരക്കിൻ്റെ ഇടയിൽ വിട്ടു പോകുമ്പം പിന്നെ അന്നത്തെ ദിവസം കുളിപ്പിക്കേണ്ട എന്ന് വിചാരിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെ വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം നമ്മൾ പച്ചവെള്ളം പതുക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ച് നോക്കിയപ്പം വേറെ സീനൊന്നും വന്നില്ല. അതുകൊണ്ട് ഇപ്പം സ്ഥിരമായിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കുന്നത് കേട്ടോ. തണുപ്പൊന്നും ഒരു മാറ്ററല്ല അവന്. ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല, കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. മൂക്കിലും കൂടെ വായി കൂടെയൊക്കെ വെള്ളം വീഴുമ്പോഴത്തേക്കും അവനൊരു ജസ്റ്റ് ഒരു ടെൻഷനാണ്. അപ്പോൾ ഒരു ചെറിയൊരു വിളിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തല തോർത്താനും ഇഷ്ടമൊന്നുമില്ല.
അപ്പം കുട്ടികളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഡെയിലി റൊട്ടീനിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സമയം വരെ ദേവുട്ടൻ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം എനിക്കും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങുമ്പം ഞാനും ചിലപ്പോൾ ചുമ്മാ കൂടെ കിടന്ന് ഉറങ്ങാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മീ ടൈമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അവ രാവിലെ ഉറങ്ങും, ആ സമയത്ത് എനിക്ക് കിച്ചൺ വർക്കായിരിക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവൻ കളിച്ചുകൊണ്ട് നടക്കും. അപ്പം എന്നെ ഒരിടത്ത് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല. അവൻ പറയുന്നിടത്ത് പോലെ അവൻ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരുന്നോണം, കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടന്നോണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒന്ന് കിടക്കാനൊക്കെ ചില സമയത്ത് കൊതി തോന്നും, പക്ഷെ കിടക്കാൻ അനുവദിക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അവൻ ബുക്കൊക്കെ എടുത്ത് വെച്ച് അവനിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന സമയത്ത് അച്ഛൻ വന്നു ഉടനെ താഴെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവൻ ഓടും കേട്ടോ. കാരണം ഇപ്പം പുതിയൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സൈക്കിളും കൊണ്ട് നമ്മൾ ആ കുളത്തിന് ചുറ്റും, അവിടെ ഒരു തൊട്ടടുത്തൊരു കുളം ഉണ്ട് കേട്ടോ, ആ കുളത്തിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കാറുണ്ട്. അപ്പോൾ അതും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അച്ഛനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ന പാടെ ഒന്ന് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കാതെ അവൻ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ. നമ്മളപ്പം ഈവനിങ്ങിൽ ഇപ്പം ഒരു സ്ഥിരം റൊട്ടീനിൽ പെടുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ. അത് എനിക്കും ഭയങ്കര ഒരു റിലീഫാണ്. നമ്മളിങ്ങനെ മേളിൽ അടച്ചിട്ട ആ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മൈൻഡിൽ ഭയങ്കര റിലാക്സേഷനാണ്. അങ്ങനത്തെ നമ്മൾ ഇവനെയും കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പോകട്ടോ. ഇപ്പോൾ ഈ ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയോളമൊക്കെ ആയിട്ടോ. അപ്പം ഇന്ന് നമ്മളിതാ സൈക്ലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവന് ചവിട്ടാറൊന്നും ആയില്ല കേട്ടോ. ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ചവിട്ടാൻ പറ്റുള്ളൂ എന്ന് സൈക്കിൾ വാങ്ങാൻ പോയപ്പോഴേ ആ കടക്കാരൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ബാക്കിൽ നമുക്കിങ്ങനെ സൈക്കിൾ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നുള്ളതുകൊണ്ട് അവൻ ജസ്റ്റ് ആ പെറ്റൽ ഇങ്ങനെ കാല് വയ്ക്കുമ്പം സ്മൂത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുളത്തിൽ ഒരുപാട് പേര് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാമെന്ന്. അങ്ങനെ ഒന്ന് കാല് നനയ്ക്കാൻ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരാൾ തിരിച്ച് കയറുന്ന പരിപാടിയില്ല. നമ്മൾ വിചാരിച്ചു കുളത്തിൽ കളിക്കുന്നതിനെക്കാട്ടിലും സൈക്കിൾ ചവിട്ടുന്നതായിരിക്കും അവന് ഇഷ്ടം, അതുകൊണ്ട് ജസ്റ്റ് കുളത്തിലിറങ്ങി കാല് നനച്ചിട്ട് തിരിച്ച് കയറിക്കോളും വീണ്ടും സൈക്കിൾ ചവിട്ടാനെന്ന്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. അവന് സൈക്ലിങ്ങിനെക്കാട്ടും ഇഷ്ടം കുളത്തിൽ കളിക്കാൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുളത്തിൻ്റെ 3 സൈഡിലും 3 അമ്പലമാണ്. നമുക്ക് ഇരുന്ന നേരെ കാണുന്നത് മഹാദേവ ക്ഷേത്രം, ഇടത്തെ സൈഡിൽ കൃഷ്ണൻ്റെ ക്ഷേത്രവും ഇടത്തെ സൈഡിൽ അയ്യപ്പൻ്റെ ക്ഷേത്രവുമാണ് കേട്ടോ. ഒരു കുളത്തിന് ചുറ്റും 3 അമ്പലവും. അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെ താമസിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുളത്തിലോട്ട് ഇറങ്ങിയത്. അത് പക്ഷേ വലിയൊരു അബദ്ധമായി പോയി കേട്ടോ. തിരിച്ച് അവൻ കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം തൂക്കി പറക്കി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. സൈക്കിൾ ചവിട്ടാൻ കൊണ്ടുപോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങോട്ട് ചിരിച്ച് കളിച്ച് പോയിട്ട് തിരിച്ച് കരഞ്ഞ് വിളിച്ച് വരേണ്ട അവസ്ഥയാണ്. കാരണം പോകാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, തിരിച്ച് വരാൻ അവന് ഇഷ്ടമില്ല. ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കണം. അപ്പോൾ എപ്പോഴും തിരിച്ച് വരുമ്പോൾ അവൻ നമ്മൾ എടുത്തുകൊണ്ട് വരും, സൈക്കിൾ ഒരാൾ ചുമന്നോണ്ടും വരേണ്ട അവസ്ഥയാണ്. ഇന്ന് പക്ഷേ കുളത്തിലിറങ്ങിയപ്പോഴും സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ തൂക്കി എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അവൻ അങ്ങ് റോഡ് ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇനി നിന്നെ ഒരിടത്തും കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കും പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതാണ് നമ്മൾ പിന്നെ അവൻ്റെ കരച്ചിലും വാശിയൊന്നും വക വയ്ക്കാതെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം അധികം കരയിക്കാതെയൊക്കെ നോക്കും കേട്ടോ. പിന്നെ തീരെ വാശിക്ക് നമ്മളങ്ങനെ വളം വെച്ച് കൊടുക്കാറില്ല. അവ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വാശി പിടിച്ച് സ്വന്തമായിട്ട് തലയൊക്കെ കൊണ്ടിടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് വാശിക്കൊന്നും അങ്ങനെ വിട്ടു കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിച്ചു. അത് കഴിഞ്ഞ് അവനെ കുളത്തിലൊക്കെ ഇറങ്ങിയതല്ലേ, ആ വെള്ളം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അവനെ ഒന്ന് മേല് കഴിച്ചു, ഞാനും കുളിച്ചു. അത് കഴിഞ്ഞ് നമ്മളിതാ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ചിന്നു ചേട്ടൻ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിക്കാനും തൊഴാനും ഒക്കെ ദേവുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിളക്ക് കത്തിച്ച് കാത്തിരിക്കും, വിളക്ക് കത്തിച്ചിട്ട് ഈ ഒരു ശാമ്പ്രാണി തിരി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവന് ഈ ശാമ്പ്രാണി പുക വീടും ഫുള്ള് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്തോ ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് പിന്നെ എപ്പോഴും ഇവന് തന്നെ അത് കാണിക്കണം. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കും. എൻ്റെ നീ ശാമ്പ്രാണിയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട് ഫുള്ളിങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ അതിൽ തീയൊന്നും കയറി പിടിക്കില്ല കേട്ടോ. അവനറിയാം അത് തൊട്ടാൽ കൈ പൊള്ളൂ എന്നൊക്കെ ഉള്ളൊരിതുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കയറി പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ മാക്സിമം എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടൊരു മൊമെൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് എന്തായാലും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നാമം പറയുന്ന സമയമാണ് കേട്ടോ കുറച്ച് നേരം. അപ്പം ദേവുട്ടനും ചിലപ്പോൾ എൻ്റെ കൂടെ മടിയിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോകാറുണ്ട്. അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അവനെ കൊണ്ട് മാക്സിമം അമ്മേ നാരായണയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞ് തുടങ്ങിയിട്ടില്ല കേട്ടോ.
നമ്മുടെ ഈ ഒരു പൂജാ സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെവരിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തിനോട് അടുപ്പിച്ചായല്ലോ. ഇത്രയും വർഷം 1 വർഷത്തോളം യൂസ് ചെയ്തിട്ടും അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാമജപം എല്ലാം കഴിഞ്ഞ ശേഷം ദേവൂട്ടന് അടുത്ത ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ വിളക്ക് തൊട്ട് കണ്ണിൽ വെക്കുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് ടീ ടൈം. അപ്പോൾ ചില സമയത്ത് നമ്മൾ മുമ്പൊക്കെ നമ്മൾ ചിന്തച്ചേട്ടാ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ചായ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വൈകിട്ട് സൈക്ലിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വിളക്ക് കത്തിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചായ കുടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ലൊരു ഡിവൈൻ ഫീലിംഗ് ആണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്ന് ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു സന്തോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ചിന്തച്ചേട്ടൻ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത്. ചിന്തച്ചേട്ടൻ ചായ കുടിക്കാറില്ല. അപ്പം നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛനും മോനും കുറച്ച് നേരം ഒരു പ്ലേ ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കർക്കിടക വാവായത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഉണ്ടെങ്കിൽ ചിന്തച്ചേട്ടൻ്റെ കൂട്ടത്തിലൂടെ രസം ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മൾ രസം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്തച്ചേട്ടൻ പുറത്തുനിന്ന് വടയും കൂടെ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ രസത്തിലിട്ട് രസവടയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ച് നേരം നമ്മൾ ദേവൂട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിത്തേക്കുള്ളൊരു ഫുഡ് പ്രിപ്പറേഷനുള്ള കാര്യമാണ് കേട്ടോ. അപ്പം കറി രാവിലെ ഉണ്ടാക്കിയ കൂട്ടുകറി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ മീൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ ഒരു ഗോതമ്പ് ദോശയും കൂടെ ചുട്ടു കേട്ടോ. ദേവൂട്ടന് നമ്മൾ ഒരു സ്മൂത്തി പോലത്തെ ഒരു ഐറ്റമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ദേവൂട്ടന് ഫുഡ് കൊടുത്ത ശേഷം നമുക്ക് വേണ്ടിയുള്ള ഗോതമ്പ് ദോശ ചിന്തച്ചേട്ടൻ ഞാനും മാറി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ രാത്രിത്തെ ജോലി കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. രാവിലെ വെക്കുന്ന കറി കുറച്ചധികം വെച്ച് വയ്ക്കും ചിലപ്പോഴൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചമ്മന്തിയോ അങ്ങനത്തെ ഉള്ളിക്കറിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ രാത്രി എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കും. അല്ലാതെ മാക്സിമം വല്ല കൂട്ടുകറിയോ കടലക്കറിയോ സാമ്പാറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാക്സിമം അത് തന്നെയാണ് രാത്രി നമ്മൾ എടുക്കാറ് കേട്ടോ. കാരണം 2 നേരത്തെ കുക്കിങ് 3 നേരവും കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടഫാണല്ലോ. കുട്ടിയെ നോക്കി പിന്നെ അതും ചെയ്യണം, പിന്നെ വീട്ടിൽ മറ്റു പണികളും എല്ലാം കൂടെ ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ രാത്രിത്തെ പണി മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം കുറയ്ക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബെഡൊക്കെ നീറ്റാക്കി ഇടുന്നുണ്ട്. പിന്നെ ദേവൂട്ടനെ നമ്മൾ എത്ര തണുപ്പാണെങ്കിലും മുടങ്ങാത്തൊരു റൊട്ടീനാണ് നൈറ്റുള്ളൊരു മേല് കഴുകൽ. അതിനിപ്പം എത്ര തണുപ്പാണെങ്കിലും നമ്മളത് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. കാരണം അവൻ്റെ നൈറ്റ് ഉറക്കമൊന്നും സെറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ മേല് കഴിച്ചിട്ടേ കിടത്താറുള്ളൂ. മേല് കഴുകിയിട്ട് കിടക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എത്ര തണുപ്പാണെങ്കിലും അത് അവനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് ദേവൂട്ടനത് ഇതുപോലത്തെ ഫുൾ കവറിങ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. പാൻറ്റും ഫുൾ സ്ലീവ് ഡ്രസ്സും മാത്രമേ ഇടാറുള്ളൂ. കാരണം ഇവൻ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ തണുപ്പിൽ നിന്നും കൊതുകിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ദേവൂട്ടനെ കിടത്തി ഉറക്കണം, അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ദേവൂട്ടാ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഓക്കെ, ടാറ്റാ.